വർഷം 2050. ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യർ ടൈറ്റൻസിനെ തോൽപ്പിച്ചു. പക്ഷെ അതിന് ഒരുപാടധികം വില കൊടുക്കേണ്ടി വന്നു. അങ്ങനെ സർവേ കോപ്സിൽ ചേരാൻ താല്പര്യമുള്ള സൈനികരെ സർവേ കോപ്സിൽ ചേർത്തു. ടൈറ്റൻസിന്റെ രഹസ്യം അറിയാൻ സിഗാഷിന നഗരത്തിലോട്ട് ഒരു വഴി കണ്ടെത്താൻ വേണ്ടി അവർ പുറപ്പെട്ടു. മതിലിന് പുറത്തോട്ട് കടന്ന ഉടനെ തന്നെ അവർ കാണുന്നത് ഒരു 10 മീറ്റർ ടൈറ്റനെയാണ്. സർവേ കോപ്സിന്റെ ഗാർഡ്സ് അതിനെ നേരിടാൻ വേണ്ടി പുറപ്പെടുന്നു. ഇത് കണ്ട് സഷ ആകെ പേടിച്ചു നിൽക്കുന്നു. അതിനെ അവർ നോക്കിക്കോളൂ എന്ന് അവളോട് ഒരു ഓഫീസർ പറയുന്നു. അങ്ങനെ അവരുടെ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പഴയ പട്ടണ പ്രദേശം വരെ മാത്രമേ സപ്പോർട്ട് സ്ക്വാഡിന്റെ സഹായം ഉണ്ടാകൂ. അത് കഴിഞ്ഞ മുഴുവനും ടൈറ്റൻസ് പൂന്ത് വിളയാടുന്ന സ്ഥലങ്ങളാണ്. പിന്നെ അങ്ങോട്ട് നമുക്ക് രക്ഷയുള്ളത് കമാൻഡർ എർവിന്റെ ദീർഘദൂര സ്കൗട്ടിംഗ് ക്രമീകരണം മാത്രമായിരിക്കും. ഇവിടെയായിരിക്കും സ്പെഷ്യൽ ഓപ്സ് സ്ക്വാഡിന്റെ സ്ഥാനം. ഒലിവർ സാർ, എന്റെ കൂട്ടുകാർക്ക് ടൈറ്റൻസിനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്ന് എറിൻ അവരോട് ചോദിക്കുന്നു. ഓ, കഴിഞ്ഞ ഒരു മാസമായിട്ട് നീ എവിടെയായിരുന്നു? റിസർച്ച് ചെയ്യുന്ന സമയത്ത് ടൈറ്റൻസുമായി മാക്സിമം ഫൈറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്ന് ഒലിവെ പറയുന്നു. പിന്നീട് അവർ കമാൻഡർ എർവിന്റെ പ്ലാൻ പ്രകാരമുള്ള ദീർഘദൂര സ്കൗട്ടിംഗ് ക്രമീകരണം അനുസരിച്ച് നീങ്ങുന്നു. എല്ലാവരും അവരവരുടെ സ്ഥാനത്തോട്ട് പോവുകയാണ്. ഏറ്റവും മുൻഭാഗത്ത് നിൽക്കുന്നവർ ഒരു സെമി സർക്കിൾ രൂപത്തിലാണ് നിൽക്കുന്നത്. ഇവർ എത്രത്തോളം ദൂരം പോയാലും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നിൽക്കാൻ. ഒരാളല്ലെങ്കിൽ മറ്റൊരാളുടെ കൺവട്ടത്ത് എന്തായാലും ഉണ്ടായിരിക്കണം. സർവേ സ്ക്വാഡും റിലേ സ്ക്വാഡും കഴിയുന്ന അത്രയും അകലം പാലിക്കുക. പിന്നീട് കാണുന്നത് ആർമിനെയാണ്. അവന് ചുറ്റും ആളുകളുണ്ടോ എന്നൊക്കെ നോക്കി അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൈറ്റൻസ് വരുന്നുണ്ടോ എന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവനൊരു സിഗ്നൽ കിട്ടുന്നത്. ഒരു റെഡ് കളർ ഫയർ. ടൈറ്റൻസിനെ കണ്ടുമുട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മുൻനിരയിലെ സ്ക്വാഡിനായിരിക്കും. ടൈറ്റൻസിനെ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ അവർ ചുവപ്പ് സിഗ്നൽ കൊടുക്കുന്നതായിരിക്കും. സോ എവിടെയാണോ ടൈറ്റൻസ് ഉള്ളത് ആ ഭാഗത്തു നിന്നും സിഗ്നൽ വരും. ഒരു സെമി സർക്കിൾ രൂപത്തിൽ അവർ പോകുന്നത് കൊണ്ട് തന്നെ ടൈറ്റൻസിനെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. ഒരു ഓഫീസർ റെഡ് കളർ സിഗ്നൽ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ മറ്റുള്ളവർക്ക് റെഡ് സിഗ്നൽ കൊടുക്കും. സോ ഇത് കാണുന്ന മറ്റുള്ളവർ അവിടെ ടൈറ്റൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കും. ലെഫ്റ്റ് സൈഡിൽ നിന്നും സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ റൈറ്റ് സൈഡിലൂടെ ദിശ മാറ്റും. സോ മാക്സിമം ടൈറ്റൻസുമായിട്ടുള്ള ഫൈറ്റ് ഒഴിവാക്കിക്കൊണ്ട് തന്നെ അവർക്ക് ലക്ഷ്യസ്ഥാനത്തിലോട്ട് പോകാൻ സാധിക്കും. പിന്നെ നമ്മൾ കാണുന്നത് രണ്ടാം വരിയിലെ മൂന്നാം റീലയിലുള്ള ശശയാണ് കാണുന്നത്. പെട്ടെന്നാണ് അവളുടെ മുമ്പിലോട്ട് ഒരു ടൈറ്റൻ വരുന്നത്. റെഡ് സിഗ്നൽ കൊടുക്കാൻ വേണ്ടി അവൾ അവളുടെ ഗൺ ലോഡ് ചെയ്യുന്നു. പെട്ടെന്ന് ആ ബുള്ളറ്റ് അവളുടെ കയ്യിൽ നിന്നും തെറിച്ചു പോകുന്നു. എന്നാൽ ആ ടൈറ്റൻ അവളുടെ പുറകെ തന്നെ വരുന്നു. പേടിച്ചു വിറച്ചുകൊണ്ട് അവൾ മുന്നിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തുണ്ടായിരുന്ന 2 ഓഫീസേഴ്സ് റെഡ് സിഗ്നൽ കൊടുക്കുന്നു. ശശയെ രക്ഷിക്കാൻ വേണ്ടി അവർ ടൈറ്റനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആർമിനെയാണ്. എന്തോ ഒരു പ്രശ്നമുണ്ട്. റെഡ് കളർ സിഗ്നൽ കിട്ടിയിട്ട് ഒരുപാടധികം നേരമായി. ഓർക്കുക, ഇവിടെ പറഞ്ഞ രീതിയെല്ലാം സാധാ ടൈറ്റനുകൾക്കെതിരെ മാത്രം ഉപയോഗിക്കുക എന്ന് പ്ലാനിംഗ് സമയത്ത് ലീഡർ അവരോട് പറഞ്ഞ കാര്യം അവർ ആലോചിക്കുന്നു. പെട്ടെന്നാണ് ബ്ലാക്ക് കളർ സിഗ്നൽ അവർക്ക് കിട്ടുന്നത്. അതിനർത്ഥം അടുത്തുള്ളവരെ ശ്രദ്ധിക്കാതെ ഡയറക്റ്റ് ആയിട്ട് മെയിൻ സ്ക്വാഡിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടൈറ്റൻ വരുന്നുണ്ടെന്നാണ്. ആർമിനും മറ്റുള്ളവർക്ക് ബ്ലാക്ക് കളർ സിഗ്നൽ കൊടുക്കുന്നു. ഇതൊരു അബ്നോർമൽ ടൈറ്റൻ തന്നെയാണ് എന്നവർക്ക് മനസ്സിലാവുന്നു. സോ അബ്നോർമൽ ടൈറ്റൻസിനെതിരെ ഇവർക്ക് ഫൈറ്റ് ചെയ്തേ പറ്റൂ. നിസ്, നീ വേണം ഇതിനെ കൊല്ലാൻ, ഞാൻ ഇതിനെ വീഴ്ത്തിടാം എന്നൊരു ഓഫീസർ പറയുന്നു. അങ്ങനെ നിസ് അതിന്റെ കാല് വെട്ടി അതിനെ താഴെയിടുന്നു. സീസ് വന്ന് അതിനെ അങ്ങ് കൊന്നു കളയുന്നു. ഇതേ സമയമാണ് വീണ്ടും അവരുടെ അടുത്തോട്ട് ഒരു അബ്നോർമൽ ടൈറ്റൻ വരുന്നത്. ദേ വീണ്ടും വലതുവശത്തുള്ള സ്ക്വാഡ് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് നിസ്. നിസ്, ഒരിക്കൽ കൂടി നമുക്കിതുപോലെ ചെയ്യേണ്ടി വരും. ഓക്കെ സാർ. അതിനെ കണ്ടിട്ട് ഒരു 14 മീറ്റർ എങ്കിലും വരുമെന്ന് തോന്നുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത് എത്തുവാണ് ആ ടൈറ്റൻ. അത് നേരെ ആർമിന്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഇത് കണ്ട ആർമിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ നടക്കുന്നത്. ഇതേ സമയമാണ് നിസും മറ്റൊരു ഓഫീസറും ആ ടൈറ്റനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ ആ ടൈറ്റൻ അവരെ 2 പേരെയും അങ്ങ് കൊന്നുകളയുന്നു. നടക്കുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റാതെ ആ ടൈറ്റനെ തന്നെ നോക്കി നിൽക്കുവാണ് ആർമിൻ. ഓ, തെറ്റുപറ്റി. ഇതൊരു അബ്നോർമൽ ടൈറ്റൻ അല്ല, ആർമേഡ് കൊളോസ്റ്റൽ. പിന്നെ എറിനെ പോലെ ഇതിനും ബുദ്ധിയുണ്ട് എന്ന് ആർമിന് മനസ്സിലാവുന്നു. ആ ടൈറ്റന്റെ ശരീരം നിയന്ത്രിക്കുന്നത് ഒരു മനുഷ്യനാണ്. ആരാണിവൾ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവൾ എന്നെയും കൊല്ലും എന്ന് പറയുവാണ് ആർമിൻ. സോ ഈ ടൈറ്റന്റെ മോന്ത കണ്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. എന്താണ് ഇവരുടെ ലക്ഷ്യം എന്ന് ആർമിൻ ചിന്തിക്കുന്നു. ആ ടൈറ്റൻ ഇപ്പൊ ഇവനെ ചവിട്ടിക്കൊല്ലൂടാന്നും പറഞ്ഞു നിൽക്കുവാണ്. ഇപ്പോഴാണ് നമുക്കൊരു കാര്യം വെളിപ്പെടുത്തുന്നത്. കമാൻഡർ എർവിൻ രൂപീകരിച്ച ഈ പ്ലാനിംഗ് നടപ്പിലാക്കിയത് മുതൽ ഒരുപാട് സൈനികർ മരണപ്പെട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ടൈറ്റൻസിനെ കണ്ടുടനെ തന്നെ സിഗ്നൽ കൊടുക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കമാൻഡർ എർവിന് ദിശ മാറ്റാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആരെങ്കിലും അവരോട് പറയൂ, ലെഫ്റ്റ് സൈഡിലുള്ള സ്ക്വാഡ് മുഴുവനായിട്ടും മരണപ്പെട്ടു എന്ന്. ഒരു ഫീമെയിൽ ടൈറ്റൻ ഒരുപാടധികം ടൈറ്റൻസിനെ കൂട്ടി വന്ന് ഞങ്ങളെ ആക്രമിച്ചു. ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നൊരു ഓഫീസർ ചോദിക്കുന്നു. ആ ഓഫീസറെ ആ ടൈറ്റൻ കയ്യിൽ പിടിക്കുന്നു. ഇതേ സമയമാണ് ആർമിന്റെ അടുത്തോട്ട് ആ ഫീമെയിൽ ടൈറ്റൻ വരുന്നത്. കുതിരപ്പുറത്ത് നിന്ന് അവനെ തള്ളി താഴെയിടുന്നു. തീർന്നു, എല്ലാം അവസാനിച്ചു, ഞാൻ മരിക്കാൻ പോവാ. ആ ടൈറ്റൻ ഇപ്പൊ അവനെ കൊല്ലൂടാന്നും പറഞ്ഞു വരുവാണ്. അവന്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടി ആ ടൈറ്റൻ അവന്റെ മുഖത്തോട്ട് നോക്കുന്നു. അവന്റെ മുഖം ഒന്ന് നോക്കി അവനെ അവിടെ വെറുതെ വിട്ട് ആ ടൈറ്റൻ മുന്നോട്ട് ഓടുന്നു. എന്തപ്പോ ഉണ്ടായത്? ഇവളെന്നെ കൊന്നില്ലേ എന്ന് ചിന്തിക്കുവാണ് ആർമിൻ. അവൾ എന്റെ മുഖത്തോട്ട് നോക്കി എന്നെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരിക്കുന്നു. ഇതേ സമയമാണ് റെയ്നർ അങ്ങോട്ട് വരുന്നത്. ഇങ്ങനെയല്ലേ നേരത്തെ ആ ടൈറ്റൻ പിടിച്ചത്? ഹേ ആർമിൻ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ?
മതിലിന് പുറത്ത് ഒരു കുതിര ഇല്ലെങ്കിൽ മരണം ഉറപ്പാണ് എന്ന് പറയാണ് അവൻ. അബ്നോർമൽ ടൈറ്റൻസിനെ കണ്ടാൽ കിട്ടുന്ന സിഗ്നൽ ഞാൻ കണ്ടിരുന്നു. ആ നെല്ല ചന്തയുള്ള ടൈറ്റനെ കണ്ടിട്ടാണോ ആ സിഗ്നൽ തന്നത് എന്ന് ചോദിക്കുവാണ് റെയ്നർ. അതൊരു അബ്നോർമൽ ടൈറ്റൻ അല്ല, അതിന്റെ ശരീരം നിയന്ത്രിക്കുന്നത് ഒരു മനുഷ്യനാണ് എന്ന് പറയുവാണ് ആർമിൻ. എന്തൊക്കെയാ നീ പറയുന്നേ എന്ന് റെയ്നർ ചോദിക്കുന്നു. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ആദ്യം ഒരു സിഗ്നൽ കൊടുക്കട്ടെ എന്ന് ആർമിൻ പറയുവാണ്. അവന്റെ ഗണ്ണിൽ ഓടിയാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ ജിൻ അങ്ങോട്ട് വന്ന് സിഗ്നൽ കൊടുക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ നിന്നും സിഗ്നൽസ് വരുന്നുണ്ടല്ലോ. സോ അവർക്ക് മുന്നോട്ട് ഇനി പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ടൈറ്റനുകളുടെ ഒരു കൂട്ടം തന്നെ വന്ന് വലതുവശത്തെ സ്ക്വാഡിനെ മുഴുവനായിട്ടും ഇല്ലാതാക്കി എന്ന് പറയുവാണ് ജിൻ. അവള് വന്നതും ആ ദിശയിൽ നിന്നാണ്. ഒരു പക്ഷേ അവളായിരിക്കോ ടൈറ്റൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതൊരു അബ്നോർമൽ ടൈറ്റൻ അല്ലേ? അല്ല, ആ ടൈറ്റന്റെ ശരീരം നിയന്ത്രിക്കുന്നത് ഒരു മനുഷ്യനാണ്. എറിന്റെ അതേ ശക്തിയുള്ള മറ്റൊരാൾ. ആർമിൻ, നിനക്കതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുകയാണ് റെയ്നർ. ആളുകളെ ഭക്ഷണമാക്കി വന്നത് മാത്രമാണ് ടൈറ്റനുകളുടെ ലക്ഷ്യം. പക്ഷേ ആളുകളെ കൊല്ലുക എന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശം. അവളുടെ മർമ്മസ്ഥാനം ലക്ഷ്യം വെച്ച ഉടനെ തന്നെ സീസിനെ അവൾ കൊന്നുകളഞ്ഞു. എന്തായാലും മറ്റ് ടൈറ്റൻസിൽ നിന്നും ഇവൾ വ്യത്യസ്തയാണ്. കൊളോസ്റ്റൽ ടൈറ്റനും ആർമർ ടൈറ്റനും മതിൽ തകർത്തപ്പോൾ ഇവളായിരിക്കണം അത്രയും ടൈറ്റനുകളെ ഉള്ളിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അവളുടെ ലക്ഷ്യം മനുഷ്യരാശിയെ ആക്രമിക്കുക എന്നതായിരുന്നു. അല്ല, അങ്ങനെ ആയിരിക്കില്ല. അവൾ ആരെയോ തിരയാണെന്നും തോന്നുന്നു. ഒരുപക്ഷെ എറിനെ ആയിരിക്കോ എന്നവർ ചിന്തിക്കുന്നു. എറിനുണ്ടായിരുന്ന ലീവൈ സ്ക്വാഡ് വലതുവശത്തായിരുന്നില്ലേ? അവളെ കടന്നല്ലേ ഇവൾ വന്നത്? വലതുവശത്തോ? എനിക്ക് കിട്ടിയ ചാർട്ടിൽ ഇടതുവശത്ത് പിൻഭാഗത്തായിരുന്നു അവർ ഉണ്ടായിരുന്നത്. എന്റെ ചാർട്ടിൽ അവർ വലതുഭാഗത്ത് മുൻപിലായിരുന്നല്ലോ എന്ന് ആർമിനും ചിന്തിക്കുന്നു. ഇല്ല, അവരൊരിക്കലും അത്ര മുമ്പിൽ നിർത്തില്ല. അപ്പൊ പിന്നെ അവരെവിടെ എന്ന് ചോദിക്കുകയാണ് റെയ്നർ. ഈ സൈന്യത്തിന്റെ ഏറ്റവും പുറകിലാവാനാണ് സാധ്യത എന്ന് പറയുവാണ് ആർമിൻ. നമുക്കിപ്പോ ചിന്തിക്കാൻ സമയമില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ സിഗ്നൽ കൊണ്ട് ഒരിക്കലും അറിയിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ പോയാ പെട്ടെന്ന് തന്നെ കമാൻഡറും സ്ക്വാഡും തീരും. നമുക്ക് ഇവളെ എങ്ങനെയെങ്കിലും തടുത്തു നിർത്തി മറ്റ് സ്ക്വാഡുകളെ രക്ഷിക്കാം. കുറഞ്ഞത് അവരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറയാണ് ജിൻ. അവൾക്ക് ശരിക്കും ബുദ്ധിയുണ്ട്. അവളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറും പ്രാണികളാണ്. ഒരടി കിട്ടിയാൽ തന്നെ നമ്മൾ പൊടിഞ്ഞു പോകും. ഇത് കേട്ട് ജിൻ പേടിച്ചു നിൽക്കുന്നു. നീ ശരിക്കും ജിന്നി തന്നെയാണോ? എനിക്കറിയാവുന്ന ജിൻ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരുത്തനാണ് എന്ന് പറയാണ് റെയ്നർ. വേറൊന്നും കൊണ്ടില്ല, ആ കത്തിക്കഴിഞ്ഞ അസ്ഥികളുടെ ഉടമകളെ നിരാശപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മാത്രമല്ല, ഈ സ്ഥാനം നമ്മൾ തെരഞ്ഞെടുത്തതാണ്. എനിക്കൊരു കൈത എന്ന് ജിൻ അവരോട് പറയുന്നു. ഹൂഡ് തലയിലോട്ടിട്. അപ്പൊ അവൾക്ക് നമ്മുടെ മുഖം കാണാൻ സാധിക്കില്ല. ആരാണെന്ന് അറിയാത്തടത്തോളം നേരം അവൾ നമ്മളെ കൊല്ലില്ല എന്ന് ആർമിൻ പറയുന്നു. ഓ, മനസ്സിലായി. നമ്മളെ കൂട്ടത്തിൽ എറിൻ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് അവൾ നമ്മളെ കൊല്ലില്ലല്ലേ? എന്തായാലും അവളുടെ കാഴ്ചശക്തി കുറവായിരിക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് റെയ്നർ പറയുന്നു. ആർമിൻ, നീ എറിനൊപ്പം എപ്പോഴും പശ പോലെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട് ഞാൻ വേണ്ടാത്തത് ഒരുപാടധികം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ നീ കഴിവുള്ളവനാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. നീ എന്നെ പറ്റി വേണ്ടാത്തത് എന്താ ചിന്തിച്ചേ എന്ന് ചോദിക്കുവാണ് ആർമിൻ. ഇതേ സമയം തന്നെ അവർ ആ ടൈറ്റന്റെ അടുത്തോട്ട് എത്തുന്നു. ആദ്യം കണ്ടതിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോ ഇപ്പൊ ഇവളുടെ വേഗത കുറഞ്ഞിട്ടുണ്ട്. എന്തുപറ്റി? ഇവൾ ക്ഷീണിച്ചു തുടങ്ങിയോ? ഇതാണ് പറ്റിയ സമയം എന്ന് ആർമിൻ പറയുന്നു. പ്ലാൻ ചെയ്ത പോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. മറ്റുള്ളവരിൽ നിന്നും ഇവളെ ഡിസ്ട്രാക്ട് ചെയ്യണം എന്ന് ജിൻ പറയുന്നു. ഇവളുടെ കാല് മുറിച്ച് താഴെയിടാനായാൽ തന്നെ അത് വലിയ കാര്യമാണ്. പക്ഷെ കൂടുതൽ സാഹസം വേണ്ട. ഇവളുടെ കാലല്ല ലക്ഷ്യം എന്ന് ജിൻ ചിന്തിക്കുന്നു. ഇവളുടെ നോപ്പ് ഭാഗം വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാം. സാധാ മനുഷ്യരെന്ന രീതിയിൽ ഇവളെ കൊല്ലുക എന്നുള്ള കാര്യം വളരെയധികം ടാസ്ക് ആണ്. പക്ഷേ അവർ രണ്ടുപേരും ആണെങ്കിൽ എന്ന് ആർമിൻ ചിന്തിക്കുന്നു. ഇതേ സമയം ജിൻ അവളുടെ കാല് വെട്ടാൻ വേണ്ടി പോകുന്നു. എന്നാൽ അവൾ നേരത്തെ തന്നെ മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ആർമിനെ കുതിരപ്പുറത്തു നിന്നും തള്ളി താഴെ ഇടുവാണ് അവൾ. നിലത്ത് കിടക്കുന്ന ആർമിനെ വീണ്ടും അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയം ജിൻ അവളുടെ നോപ്പ് ഭാഗം വെട്ടാൻ വേണ്ടി പോകുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. അവളതാ ആ ഭാഗം പൊത്തി പിടിച്ചു നിൽക്കുന്നു. ഓ നാശം, എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പൊ മരിക്കും. ഇവളെന്നെ ഇപ്പൊ കൊല്ലും. അവൾ ഇപ്പൊ ജിന്നെ കൊല്ലു എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ജിൻ ആ തല തെറിച്ചവനെ ഇവൾ കൊന്നു എന്ന് ആർമിൻ പറയുന്നത്. ഇത് കേട്ട് ആ ടൈറ്റൻ അനങ്ങാതെ നിൽക്കുന്നു. വലതുവശത്തുണ്ടായിരുന്ന സ്ക്വാഡിനൊപ്പമായിരുന്നു അവൻ. അവനെ ഇവൾ കൊന്നു. ജിൻ ആ തല തെറിച്ചവന് വേണ്ടി പ്രതികാരം ചെയ്. ഇതേ സമയം തന്നെ ജിൻ സേഫ് ആയിട്ട് താഴെ ഇറങ്ങുന്നു. എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുകയാണ് ജിൻ. സോ ഈ ടൈറ്റൻ എറിനെ കൊന്നുവെന്ന് ആ ടൈറ്റനോട് പറയുവാണ് ആർമിൻ. ഇതേ സമയം തന്നെ ആർമിനെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്ന ആ ടൈറ്റനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുവാണ് റെയ്നർ. ഇതേ സമയം തന്നെ അവൾ റെയ്നറിനെ ഒറ്റ പിടുത്ത് അങ്ങ് പിടിക്കുന്നു. തന്റെ തള്ളവിരൽ ഉപയോഗിച്ച് റെയ്നറിനെ അങ്ങ് ഞെക്കി പൊട്ടിക്കുന്നു. റെയ്നർ തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് മരിച്ചത് വിശ്വസിക്കാൻ പറ്റാതെ രണ്ടുപേരും ഷോക്കായിട്ട് നിൽക്കുന്നു. പെട്ടെന്നതാ അവളുടെ കൈയിന്റെ വിരലുകൾ വെട്ടി റെയ്നർ പുറത്തോട്ട് ചാടുന്നു. റെയ്നർ ആർമിനെ അവളുടെ മുമ്പിൽ നിന്നും രക്ഷിക്കുന്നു. റെയ്നർ ശരിക്കും ഒരു സംഭവമാണ്. മിക്കാസയെ മാത്രം ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ അധികം ശ്രദ്ധിച്ചില്ല എന്ന് പറയുവാണ് ജിൻ. എന്തായാലും ഒരുപാട് നേരം അവളെ നമ്മൾ പിടിച്ചു നിർത്തി. ഇനി നമുക്ക് രക്ഷപ്പെടാം. അത് മനുഷ്യരെ തിന്നില്ലെങ്കിൽ ഒരിക്കലും അവൾ നമ്മളെ ഫോളോ ചെയ്യില്ല എന്ന് റെയ്നർ പറയുന്നു. എന്നാലും റെയ്നറിന് എന്താ ഒരു പോറൽ പോലും സംഭവിക്കാതിരുന്നേ? സംതിങ് ഫിഷ്. ഇതേ സമയം തന്നെ ആ ടൈറ്റൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നു. അവൾ പോകുന്നത് മധ്യഭാഗത്തോട്ടാണ്. അവൾ എറിന്റെ അടുത്തോട്ടാണോ പോകുന്നത് എന്ന് ആർമിൻ ചിന്തിക്കുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.
സോ എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട്, നമുക്കതൊന്നും മനസ്സിലാവുന്നില്ല. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആനിമെ ആവാൻ ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് ഇത് മുഴുവൻ കണ്ടാലേ മനസ്സിലാവൂ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ.